ഇപ്പോൾ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പി സുനീർ CPIയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥി. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയും ഹൗസിംഗ് ബോർഡ് ചെയർമാനുമാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്ന് മത്സരിച്ചിരുന്നു. മലപ്പുറം പൊന്നാനി സ്വദേശിയാണ് പി സുനീർ. വിവരങ്ങളുമായി ചേരുന്നത് ആദിൽ പാലോടാണ്. ആദിൽ, അങ്ങനെ CPI അവരുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിവേഗത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പി സുനീറിന്റെ പ്രതികരണം വരികയാണ് തത്സമയം. തീർച്ചയായും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിനേറെ നിർണായകമായ ചുമതല നിറവേറ്റാനുള്ള സന്ദർഭമാണ്. കുറെ കൂടി അനുകൂലമായ ജനാധിപത്യ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ദേശീയ രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ആ പരമാവധി ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രാതിനിധ്യവും കേരളത്തിന് വേണ്ടിയും കൂടുതൽ ഇടപെടാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കും. സന്തോഷം. ആലോചിച്ചിട്ടില്ല, LDF ആലോചിച്ച് കൊടുക്കും. തീരുമാനിച്ചു. രാജ്യസഭയിലൊക്കെ CPIയുടെ കൂടുതൽ ഇടപെടൽ ആവശ്യമുള്ള ഒരു സാഹചര്യം ആ നിലയിൽ ഇടപെടാനുള്ള ഒരു സാധ്യത കൂടി അല്ല, രണ്ടിലപ്പത്തിന് കൂടാൻ ചാൻസ് ഇല്ല. ഇപ്പൊ ഒന്നുണ്ട്, ഒന്നും കൂടെ അത് രണ്ടോ, ഇതിനപ്പത്തിന് ചാൻസ് ഇല്ല. ഇടപെടലിന്റെ സാധ്യതയുണ്ടല്ലോ. അതൊക്കെ പിന്നെ അവിടുത്തെ ഒരു ഇതുപോലെയാണ്. നിലവിൽ കുറച്ചുകൂടി ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്കൊക്കെ പ്രാധാന്യം ലഭിക്കുന്ന ഒരു രാജ്യസഭയും പാർലമെന്റും ഒക്കെ ആയിരിക്കും. കുറച്ചുകൂടി ഏക MP ആണ് കേരളത്തിൽ നിലവിൽ. അങ്ങനെയല്ല, ഈ പ്രാവശ്യം ജയിക്കാൻ പറ്റിയിട്ടില്ല, ഒരാളാണ്. എല്ലാ സാധ്യതകളും പരമാവധി ഉപയോഗപ്പെടുത്തും. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നിർണായകമായ സാന്നിധ്യം ഏറ്റവും അനിവാര്യമായ സന്ദർഭമാണ്. അവിടെ പരമാവധി സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിച്ചു. CPIയുടെ നേതൃനിരയിലൊക്കെ കാലങ്ങളായിട്ട് കണ്ടുവരുന്നത് പ്രായമുള്ള ആളുകളാണ്. പക്ഷേ ഇത് രാജ്യസഭയിലേക്ക് വന്നപ്പോൾ ചെറുപ്പക്കാരനല്ല തൊട്ടടുത്ത് നിൽക്കുന്നത്. അതാണ് പറഞ്ഞത്. അല്ല, എല്ലാ പാർട്ടികളിലും ഈ പ്രവണത ശക്തമാണ്. കേരളത്തിലെ CPM അംഗങ്ങൾ ചെറുപ്പക്കാരാണ്. കോൺഗ്രസിന് അംഗം യുവ അംഗമാണ്, ഇത് യങ്ങസ്റ്റ് ആണ് സഭക്കകത്തുള്ള, കേരളത്തിലുള്ള. അപ്പോൾ അത് മറ്റു പാർട്ടികളും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആ പ്രവണതയുണ്ട്. ഒരു പുതിയ കാര്യമായിട്ടല്ല ഇപ്പോൾ വരുന്നത്. നമ്മൾ നേതാക്കന്മാരെ അയക്കുന്നത് മാത്രമേ. ഓക്കെ, സന്തോഷം. ശരി. ഓക്കെ, ആദിൽ പാലോടുണ്ട് നമ്മളൊപ്പം വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ആദിൽ, അങ്ങനെ പി സുനീറിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. CPI അതിവേഗത്തിൽ തീരുമാനം, അതായത് നേരത്തെ തീരുമാനം എടുത്തു വെച്ചിരുന്നു എന്നാണോ? ഇല്ല, പലതരം പേരുകൾ ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ആദ്യഘട്ടത്തിലൊക്കെ ഈ CPIയുടെ ദേശീയ നിർവാഹക സമിതി അംഗം, ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബുവിൻ്റെ പേര് കേട്ടിരുന്നു. പിന്നീട് ആനി രാജയുടെ പേര് കേട്ടിരുന്നു. ഇത്തരത്തിൽ പലതരം പേരുകൾ ഉണ്ടായിരുന്നു. ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി എന്ന് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടി വരും. നമ്മുടെയൊക്കെ ഒരു പരിഗണനയിൽ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥിയല്ല പി സുനീർ. സംസ്ഥാന കമ്മിറ്റിയിലെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് പി സുനീർ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു. മലപ്പുറത്തെ പൊന്നാനി സ്വദേശിയാണ്. വയനാട് എന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ കഴിഞ്ഞ തവണ 2019 രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചത് പി സുനീറാണ്. മലപ്പുറത്ത് LDFന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു. ഏതായാലും പി സുനീറിനെ ഇപ്പോൾ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി CPI തീരുമാനിച്ചിരിക്കുന്നു. പലതരം പേരുകൾ ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, വ്യക്തമാണ്. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.